ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മെൻസുറേഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് SSC CGL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് അയൺ ഷീറ്റ് വിൽ നീഡഡ് ടു കൺസ്ട്രക്ട് എ റെക്ടാങ്കുലർ ടാങ്ക് മെഷറിംഗ് 10:8:6? അതായത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ക്യൂബ് ഷേപ്പാണ്. അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 10, 8, 6. അപ്പോൾ 10, 8, ഹൈറ്റ് 6. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത്, മീറ്റർ ആണ്. ഇഫ് എ സർക്കുലർ ഓപ്പണിംഗ് ഓഫ് റേഡിയസ് 1 മീറ്റർ ഈസ് ലെഫ്റ്റ് ടു ദ ടോപ്പ് ഓഫ് ദ ടാങ്ക്. അപ്പോൾ ടാങ്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സർക്കുലർ ഓപ്പണിംഗ്, വെള്ളം കളയാനും എടുക്കാനൊക്കെ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ റേഡിയസ് 1 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് 1 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, അതായത് അപ്പോൾ ഓർക്കണം, ഇത് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം പൊള്ളയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് എത്ര അയൺ ഷീറ്റ്, അത് മീറ്റർ സ്ക്വയറിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന നമ്മൾ ഈ ഓപ്പണിംഗ് ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഓപ്പണിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 10x8 രണ്ട് സൈഡ് വരും. 10x8 രണ്ട് സൈഡ് വരും. ഇവിടെ താഴത്തെ മുകളിലത്തെ, ഓക്കെ, താഴത്തെ മുകളിലത്തെ 10x8 രണ്ട് സൈഡ്. അതുപോലെ തന്നെ നമ്മുടെ 6x8 രണ്ട് സൈഡ് വരും. 6x8 രണ്ട് സൈഡ് വരും, അതായത് ഈ ഭാഗത്തും ഈ ഭാഗത്തും. ഓക്കെ, അതുപോലെ തന്നെ 6x10 എന്ന് പറയുമ്പോൾ ഇതും ഹൈറ്റ് ആണ്. അപ്പോൾ ഇതും ഇതിൻ്റെ ബാക്ക് നേരെ ഓപ്പോസിറ്റ്. ഇങ്ങനെ 2 ഇതായിരിക്കും എന്ത് വരാൻ പോകുന്നത്, ടോട്ടൽ സർഫേസ് ഏരിയ വരാൻ പോകുന്നത്. ആ ഓപ്പണിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പം നോക്കുമ്പോൾ എത്ര വരും? 80, 60, 140, 140, 48, 188. ഓക്കെ, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 376 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇത് എന്തില്ലായിരുന്നുവെങ്കിൽ, ആ ഓപ്പണിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ. ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പോൾ ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അത്ര മെറ്റീരിയൽ നമുക്ക് വേണ്ട. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അവിടെ വേണ്ട, അല്ലേ? അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതി. അത് സർക്കുലർ ഷേപ്പാണ്, സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കാം. സർക്കിളിൻ്റെ ഏരിയ എന്താണെന്ന് നമുക്കറിയാം. പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 22/7 r². റേഡിയസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിതിവിടെ അപ്രോക്സിമേറ്റ് ചെയ്യാം. കാരണം വാല്യൂസ് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇത് 22 പകരം 21 എടുത്തിരുന്നെങ്കിൽ 3 വന്നേ, കറക്റ്റ് അല്ലേ? ബട്ട് ഇത് 3 വരും, അല്ലേ? 3 വരും. ഓക്കെ, അപ്പോൾ 276 നിന്ന് 3 കുറച്ച് കഴിയുമ്പോൾ 3 കുറച്ച് കഴിയുമ്പോൾ 3 കുറയ്ക്കുമ്പോൾ തന്നെ എത്ര വരും? 273 പക്ഷെ അതിനേക്കാളും കുറവാണ്. അപ്പോൾ 372.9. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ വേറൊരു രീതിക്ക് ആലോചിച്ചാൽ മതി. 22/7 4 കുറവാണെങ്കിൽ തന്നെ, 4 തന്നെ, ഇപ്പം 22/7 4 എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര വരും? 372 വരും. ഓക്കെ, ദെൻ ഈ 22 ഇത് 3 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരും? 373 വരും. പക്ഷേ ഇത് രണ്ടുമല്ല. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആണ്. അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന എന്താണ്? ഒരൊറ്റ ആൻസറേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഇതായിരിക്കും ആൻസർ. നിങ്ങളിതിപ്പോൾ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അപ്രോക്സിമേറ്റ് ഈ ഒരു ആൻസർ തന്നെ വരും. ഓക്കെ, 372.9. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.